അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന വേളയിൽ ഓരോരുത്തരും അതേ ദിവസം തന്നെയാണോ മറുനാടുകളിലും അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? അതോ അതാത് രാജ്യങ്ങളിലെ ചന്ദ്രപ്പിറവിയുടെ മാനദണ്ഡത്തെ കണക്കാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യത്തും സംഭവിച്ചിട്ടുള്ള ദുൽഹജ്ജ് 9 എന്നാണോ അനുഷ്ഠിക്കേണ്ടത്? ഇത് ഇങ്ങനെ ഈ വ്യത്യാസം വരുന്ന കാലത്തൊക്കെ ഇത് ചർച്ചയ്ക്ക് വിധേയമാവാറുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചന്ദ്രനെ നിശ്ചയിച്ചിട്ടുള്ളത് ഹജ്ജിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളുടെയും ഇബാദത്തുകളുടെയും ഒക്കെ സമയത്തെ മനസ്സിലാക്കാനാണ്. അതിന്റെ പിറവിക്കനുസരിച്ചും അതിന്റെ കാഴ്ചക്കനുസരിച്ചുമാണ് നമ്മുടെ ഇബാദത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നോമ്പിന്റെ കാര്യം പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സൂമൂ ലിറുഅയതിഹി വ അഫ്തിറൂ ലിറുഅയതിഹി, നിങ്ങൾ അത് കാണുമ്പോൾ നോമ്പെടുക്കുകയും കാഴ്ചക്കനുസരിച്ച് നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യുവീൻ. അപ്പൊ റുഅയത്താണ് പ്രധാനം, കാഴ്ച. നിങ്ങൾ കാണുന്നതിനെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരോടല്ലാതെ വേൾഡിൽ മനുഷ്യരെവിടെയൊക്കെയുണ്ടോ അവരുടെയൊക്കെ കാഴ്ച തന്നെയാണ് അവരവരുടെ നിയമങ്ങൾ. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ആ പിറവിയുടെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകൾക്ക് അവർ കൃത്യമായ നിലയ്ക്ക് തന്നെ പിന്തുടരുകയാണ് വേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ എക്കാലഘട്ടത്തിലും നമുക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യം. അതല്ലാതെ അറഫയിൽ ഹാജിമാര് സംഗമിക്കുന്ന ദിവസത്തിലാണ് മറ്റുള്ള നാട്ടുകാരൊക്കെ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് വന്നാൽ അത് എത്രത്തോളം അപ്രായോഗികമായിരിക്കും. പക്ഷേ അള്ളാന്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ല. അവിടുന്ന് മൊത്തം നോമ്പുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നിങ്ങളുടെ കാഴ്ചക്കനുസരിച്ച് കണ്ടാൽ നോമ്പെടുക്കൂ, കണ്ടാൽ നോമ്പ് മുറിക്കൂ, ഇതാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശങ്ങളിലും കാഴ്ചയുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്നാണോ ദുൽഹജ്ജ് 9 വരുന്നത്, അതാണ് അവരുടെ അറഫാ ദിനം. അന്ന് അവർ നോമ്പെടുക്കുക. അതല്ല ഇവിടെ സൗദി അറേബ്യയിൽ അവിടെ ഹാജിമാര് സമ്മേളിക്കുന്ന അവസരത്തിൽ തന്നെ ആവണം എന്ന് പറഞ്ഞാൽ അത്ര ശുഷ്കാന്തിയുള്ള ആളുകൾക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും അതിന് കഴിയുമോ? വേറുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്ക്. ഒരുപാട് രാജ്യങ്ങളില്ലേ, ആ രാജ്യങ്ങളിലൊക്കെ ഹാജിമാർ ഇവിടെ അറഫായിൽ സമ്മേളിക്കുന്ന അതേ സമയത്ത് അവിടെ കൂരിട്ട് പാതിര അവരെ ഉറക്കത്തിലായിരിക്കും. അപ്പൊ പ്രായോഗികമായും യുക്തിസഹമായും നോക്കുകയാണെങ്കിൽ ഇവിടെ ഇസ്ലാം പറഞ്ഞത് എന്താണ്? ആ നിലക്ക് ഓരോ നാടുകളിലും അവരുടെ കാഴ്ചക്കനുസരിച്ച് അവർ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കട്ടെ എന്നുള്ളതല്ലേ. ഓരോ പ്രദേശത്തുള്ളയും പിറവിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെന്നാണ് ദുൽഹജ്ജ് 9 വരുന്നത്, അതവർ കണക്കാക്കും. ഇസ്ലാം എന്ന് പറയുന്നത് എക്കാലഘട്ടത്തേക്കും എല്ലാവർക്കും ഫിറ്റാണ്, എല്ലാവർക്കും യോജിക്കുന്ന നിലക്കുള്ള നിയമങ്ങളാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ എന്നാണോ അവർക്ക് ദുൽഹജ്ജ് 9 വരുന്നത് അന്ന് നോമ്പെടുക്കുക. ഇത് നമ്മൾ എന്നും പറയുന്നതാണ്. ഏതായാലും വിഷയം ഇങ്ങനെയാണ്. മറ്റഭിപ്രായമുള്ളവരും ഉണ്ടാകാം, എല്ലാവരുടെ അഭിപ്രായവും മാനിക്കുന്നു, ആരെയും നമ്മൾ എതിർക്കുകയല്ല. പക്ഷേ ഇതാണ് ഏറ്റവും പ്രബലവും ശരിയായി തോന്നുന്നതും ബുദ്ധിയോട് യോജിക്കുന്നതും ഒക്കെ ഇത് തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാത മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ്, ഏറ്റവും ശരിയേതോ അതിനെ പിന്തുടരാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.